അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയ 18 പേരെ മംഗളൂരു പോർട്ടിൽ അല്പസമയത്തിനകം എത്തിക്കാൻ പോവുകയാണ്. INS സൂറത്തിലാണ് വാൻഹായ് 503 ജീവനക്കാരെ എത്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ മംഗളൂരുവിലേക്ക് പോർട്ടിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി ഫെലിക്സ് എത്തിച്ചേർന്നിട്ടുണ്ട്. തത്സമയ വിവരങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഫെലിക്സ്, അല്പസമയത്തിനകം, അതായത് 11 മണിയോടുകൂടി ഈ പരിക്കേറ്റ ആളുകളുമായി വാഹനങ്ങൾ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കപ്പലുകൾ എത്തുമെന്നറിയുന്നു. അപ്പോൾ എത്തിയ ശേഷം ദ്രുതഗതിയിൽ തന്നെ വേണ്ടുന്ന ചികിത്സകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആംബുലൻസ്, മറ്റ് മെഡിക്കൽ ടീം, ഇതൊക്കെ സജ്ജമാണോ ഫെലിക്സ്? തീർച്ചയായിട്ടും ആംബുലൻസുകളൊക്കെ തന്നെ തുറമുഖത്തിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തുറമുഖത്തിൻ്റെ ഏറ്റവും കവാടത്തിന് സമീപത്താണ് നമ്മളുള്ളത്. അല്പം മുമ്പാണ് 2 ആംബുലൻസുകൾ ഇതിനുള്ളിലേക്ക് പോയത്. നേരത്തെയും ആംബുലൻസുകൾ ഇതിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 11 മണിയോട് കൂടി തന്നെയാകും INS സൂറത്ത് ഇവിടേക്ക് എത്തുക. തുടർന്ന് അതിവേഗം ഇവിടെ നിന്നും പരിക്കേറ്റ 18 പേരെയും തൊട്ടടുത്തുള്ള AJ ആശുപത്രിയിലേക്ക് എത്തിക്കും. അതിനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളുമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. എല്ലാവിധ, അതായത് ഒരു പ്രാഥമിക ശുശ്രൂഷ ആദ്യഘട്ടത്തിൽ അവർക്ക് INS സൂറത്തിൽ വെച്ച് ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഗുരുതരമായി അടക്കം പരിക്കേറ്റവരുണ്ട്. അവരെ അടക്കം ഇവിടെ നിന്നും ഏതാണ്ട് 4 കിലോമീറ്റർ മാത്രം മാറിയുള്ള ഹൈവേയോട് ചേർന്നുള്ള AJ ഹോസ്പിറ്റലിലേക്കായിരിക്കും എത്തിക്കുക. അതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആംബുലൻസ് സംവിധാനം അടക്കം നേരത്തെ തന്നെ പോർട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ അടിയന്തര ഘട്ടത്തെ നേരിടാനായുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 18 പേരെയാണ് പരിക്കേറ്റവരെ ഇവിടേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം 22 പേരും ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ 4 പേരെയാണ് കാണാതായത്. ക്യാപ്റ്റൻ അടക്കം 18 പേരെ രക്ഷപ്പെടുത്തി ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. അവരുടെ പരിക്ക് എത്രമാത്രം ഗുരുതരമാണ് എന്നതനുസരിച്ചിരിക്കും അവർക്കുള്ള ചികിത്സ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതിനുശേഷമായിരിക്കും വ്യക്തമാകുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റവരുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. വലിയ തീപിടുത്തം മാത്രമല്ല, വലിയ പൊട്ടിത്തെറിയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പൊള്ളലേറ്റിട്ടുണ്ട്. ആ പൊള്ളലിൻ്റെ അവസ്ഥ എത്രമാത്രം ഗുരുതരമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തിയ ശേഷമാണ് AJ ആശുപത്രിയിലേക്ക് എത്തിക്കുക. ഈ AJ ആശുപത്രി എന്നത് ഈ പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നൊരു ആശുപത്രി കൂടിയാണ്. അങ്ങനെ അറിയപ്പെടുന്ന ഒരു ആശുപത്രി കൂടിയാണ്. അവിടേക്കാണ് ഈ പറയുന്ന ഈ 18 പേരെയും എത്തിക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ ഈ അപകടം നടന്ന് INS സൂറത്ത് അവിടെ എത്തി ഈ പരിക്കേറ്റവരെയൊക്കെ തന്നെ അതിലേക്ക് മാറ്റി. ഈ സംഭവം നടന്നത് ഏറ്റവും അടുത്ത തുറമുഖം എന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കിലാണെങ്കിൽ കൂടി അവിടേക്ക് എത്താനുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് മംഗളൂരുവിലേക്ക് എത്തിക്കുന്നത്. കുറച്ചുകൂടി ആരോഗ്യ സംവിധാനമടക്കം, അതായത് മംഗലാപുരം എന്ന് പറയുന്നത് ഒരു ഈ ആരോഗ്യ രംഗത്ത് വളരെ പ്രസക്തിയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാകാം നിരവധി ഹോസ്പിറ്റലുകളുണ്ട്, അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ തന്നെ മംഗലാപുരം പോർട്ടിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ INS സൂറത്ത് ഇവിടെ എത്തേണ്ട താമസം. അതിവേഗം ഇവിടെ നിന്നും ആംബുലൻസിൽ പരിക്കേറ്റവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. വിദേശ പൗരന്മാരാണ്. നമുക്കറിയാം ഈ തായ്ലൻഡിൽ നിന്നും, ഇന്തോനേഷ്യയിൽ നിന്നും, ചൈനയിൽ നിന്നും, മ്യാൻമറിൽ നിന്നും ഉള്ളവരാണ് ഈ കപ്പലിലെ ജീവനക്കാർ. അപ്പോൾ അതുകൊണ്ട് വിദേശ പൗരന്മാരായതുകൊണ്ട് തന്നെ അവരെ ഇവിടേക്ക് എത്തിക്കുമ്പോൾ അതിനുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. 18 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമാണ്. അപ്പോൾ ഈ 4 പേരുടെ കാര്യത്തിൽ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? ഈ പരിക്കേറ്റ ആളുകളെ കൊണ്ടുവരുമ്പോൾ അതിൽ പൊള്ളലേറ്റ 5 പേർ, അതിൽ ഗുരുതരമായി പൊള്ളലേറ്റ 2 പേരുണ്ട് സാരമായിട്ട്. അപ്പോൾ അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ലഭ്യമാണോ? എത്തിക്കഴിഞ്ഞാൽ ഉടനടി മറ്റു കാര്യങ്ങൾ, കാരണം പ്രാഥമിക ചികിത്സകളൊക്കെ തന്നെ ഇപ്പോഴുള്ള കൊണ്ടുവരുന്ന കപ്പലിൽ വെച്ച് തന്നെ അവർക്ക് നൽകിയിരിക്കാം. ഇനി കൊണ്ടുവന്നതിന് ശേഷം കൂടുതലായി മെച്ചപ്പെട്ട സൗകര്യത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണല്ലോ എന്താണ് ഡോക്ടർമാരുടെ സംഘത്തിൻ്റെയൊക്കെ അറിയിപ്പ്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് അതിവേഗം, പ്രത്യേകിച്ചും ഗുരുതരമായി പരിക്കേറ്റവർക്ക് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിവേഗം അത് ഉറപ്പുവരുത്താനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയാണ് മംഗലാപുരം തുറമുഖത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ദൃശ്യങ്ങൾ തന്നെ കണ്ടതാണ്. ആംബുലൻസുകൾ ഇതിന് ഉള്ളിലേക്ക്, നമ്മളിവിടെ എത്തിയ സമയത്താണ് ആംബുലൻസുകൾ ഉള്ളിലേക്ക് കയറിപ്പോയത്. അവയൊക്കെ തന്നെ അവിടെ നിന്നും ഈ പരിക്കേറ്റവരുമായി തിരികെ ആശുപത്രിയിലേക്ക് എത്തിക്കും. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മംഗലാപുരം ഈ തുറമുഖത്തോട് ചേർന്നുള്ള ഒരു 4 കിലോമീറ്റർ മാത്രം അകലെ ഹൈവേയിൽ തന്നെയുള്ള AJ
ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരിക്കും ഇവരെ എത്തിക്കുക. അവിടെ നിന്നുമാണ് ആംബുലൻസുകൾ അല്പസമയം മുമ്പ് ഇവിടേക്ക്, അതായത് ഈ ഈ തുറമുഖത്തിനുള്ളിലേക്ക് പോയിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം ഏതായാലും ഈ 4 പേരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിവേഗം തീ കത്തിപ്പടരുകയാണ്.